Dear students, good morning to all. Now we are going to discuss right issue of shares. Yes, right issue or right shares. What is the meaning of right shares or right issue and value of right? Please listen. When the company wants to increase the subscribed capital, when the company wants to increase the subscribed capital by issue of further shares must be issued first of all to the existing shareholders in proportion to their existing shareholding. These shares are called right shares. Once more, when the company wants to increase the subscribed capital by issue of further shares must be issued first of all to the existing shareholders in proportion to their existing shareholding. These are called right shares. The second part, value of right. What do you mean by value of right? A company offers right issue at a price which is lower than the market price of the shares. The market price of the shares is higher than issue price. Money value of such advantage is called the value of right. Once more, when a company offers right issue at a price which is lower than the market price of the shares. The market price of the shares is higher than issue price. Money value of such advantage is called the value of right. എന്താണ് റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുമ്പോൾ ഷെയർ എന്ത് ചെയ്യും? കമ്പനി ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പുതിയ ഷെയർ, അതായത് ന്യൂ ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആരാണോ അവരെ ആദ്യം പരിഗണിക്കുന്നു. അപ്പോൾ കമ്പനി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫർദർ ഷെയർസ്, ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ജനറൽ പബ്ലിക്കിനാണ് കമ്പനി കൊടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്നതിന് പകരം കമ്പനീന്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആരാണോ അവരെ ആദ്യം പരിഗണിച്ചിട്ട് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അത് ഫ്രീ അല്ല. എങ്ങനെയാ കൊടുക്കുന്നത്? എങ്ങനെയാണോ അവർ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രൊപ്പോർഷന് ബേസ് ചെയ്തുകൊണ്ട്. എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളവരാണല്ലോ. അപ്പൊ ആ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള പ്രൊപ്പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വാല്യൂ, അതായത് ജനറൽ പബ്ലിക്കിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ അതിനേക്കാളും കുറഞ്ഞ ഒരു വാല്യൂല് അല്ലെങ്കിൽ ഒരു പ്രൈസില് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഈ ഷെയറിനെ ആണ് എന്ത് പറയാ? റൈറ്റ് ഷെയർസ് അഥവാ റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ഇത് എല്ലാ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സും ഹോൾഡ് ചെയ്തോളണം എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, അതർവൈസ് റിജക്റ്റും ചെയ്യാം. ഇപ്പോൾ കമ്പനി ഇപ്പോൾ ഒരു പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആയിരിക്കുന്ന ഒരാൾക്ക് വീണ്ടും ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാൾക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യാം, ഫുള്ളി റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 50% ആക്സെപ്റ്റ് ചെയ്യാം, 50% റിജക്റ്റും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു റൈറ്റ് ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ അല്ലേ എന്ന രീതിയിൽ ഒരു റൈറ്റ് അവർക്ക് കൊടുക്കുകയാണ് ആ കമ്പനീന്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പനീന്റെ ഷെയർ ക്യാപിറ്റൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വാല്യൂല് കമ്പനീന്റെ ഷെയർ അവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിന് ആണ് റൈറ്റ് ഇഷ്യൂ അഥവാ റൈറ്റ് ഷെയർസ് എന്ന് പറയും. When the company wants to increase the subscribed capital, അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കമ്പനി ആവശ്യപ്പെടുമ്പോൾ ബൈ ഇഷ്യൂ ഓഫ് ഫർദർ ഷെയർ എന്ത് ചെയ്യുന്നു? കമ്പനി ഇഷ്യൂ ചെയ്യുന്നു.
must be issued first of all to the existing shareholders. അപ്പോൾ existing shareholder ആരാണോ അവരെ ആദ്യം പരിഗണിക്കുന്നു. First of all to the existing shareholder in proportion of their existing shareholding. അപ്പോൾ അവർ നേരത്തെ എത്ര ഷെയർ ആണോ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രൊപ്പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ഈ ഷെയറിനെയാണ് ഈ ഷെയർസ് ആർ കോൾഡ് റൈറ്റ് ഷെയർസ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ 1 മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്ക് ഏരിയയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ റൈറ്റ് ഷെയർസ്. അതിൽ തന്നെ പറയുന്ന മറ്റൊരു തിയറിറ്റിക്കൽ പാർട്ടാണ് വാല്യൂ ഓഫ് റൈറ്റ്. അപ്പൊ ഇങ്ങനെ റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അപ്പൊ അതിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ദ കമ്പനി ഓഫേഴ്സ് റൈറ്റ് ഇഷ്യൂ അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ്. നമ്മൾ പറഞ്ഞു ജനറൽ പബ്ലിക്കിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ഹയർ പ്രൈസ് ആണ് അതിന്റെ മേലെ ചാർജ് ചെയ്യുക. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വാല്യൂലാണ് നമ്മൾ അത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കമ്പനി ഓഫേഴ്സ് റൈറ്റ് ഇഷ്യൂ അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ്. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് ഈസ് ഹയർ ദാൻ ദ ഇഷ്യൂ പ്രൈസ്. മണി വാല്യൂ ഓഫ് സച്ച് അഡ്വാൻറ്റേജ് ഈസ് കോൾഡ് വാല്യൂ ഓഫ് റൈറ്റ്. അപ്പോൾ ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിനാണ്, അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വാല്യൂവിൽ കമ്പനീന്റെ ഷെയർ ഹോൾഡറിന് ഈ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിനാണ് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുക. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് റൈറ്റ്. നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് റൈറ്റിന്റെ മീനിങ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇനി അതിന്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ 2 ഇവന്റ് ആണുള്ളത്. ഒന്നാമത്തത് കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് റൈറ്റ്, സെക്കൻഡ് പാർട്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഈ വാല്യൂ ഓഫ് റൈറ്റിന് 2 മെത്തേഡാണ്. ഇറ്റ് ഹാസ് 2 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് ദ ഷെയർ. പ്ലീസ് ലിസൺ. വാല്യൂ ഓഫ് റൈറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ 1 മെത്തേഡ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് ദി ഷെയർ. Then how to calculate average price of the share? ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ, ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആവറേജ് പ്രൈസ് ഓഫ് ദ ഷെയർ. ഹൗ ടു കാൽക്കുലേറ്റ് ആവറേജ് പ്രൈസ് ഓഫ് ദ ഷെയർ? ആവറേജ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇവന്റ്, അതാണ് ആവറേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രൈസ് എത്രയാണോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്. അപ്പോൾ ടോട്ടൽ പ്രൈസ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രൈസും ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവണം, ഈ ഇഷ്യൂ പ്രൈസസും ഉണ്ടാവണം. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ആവറേജ് പ്രൈസ് ആണ് ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ പ്രൈസ് കണ്ടുപിടിക്കണം. ഇത് ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരിക്കും. എത്ര എക്സിസ്റ്റിംഗ് ഷെയർ ആണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ എത്ര റൈറ്റ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതുപോലെ നേരെ പോസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ടോട്ടൽ പ്രൈസ് ഫൈൻഡ് ചെയ്യണം. then how to calculate total price? Total price is equal to market price of the existing shares. Existing shares in the market price, അതായത് existing shares into market price plus issue price of proportionate right issue. അപ്പോൾ എത്ര ഷെയർ ആണോ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അത് എത്ര രൂപക്കാണോ, അപ്പോൾ നമ്പർ ഓഫ് ന്യൂ ഇഷ്യൂസ് ഇൻറ്റു ദെൻ ഇഷ്യൂ പ്രൈസ്, പെർ ഷെയറിന്റെ ഇഷ്യൂ പ്രൈസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം. അതായത് ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്, ഇപ്പൊ എക്സിസ്റ്റിംഗ് ഷെയർസ് ഇപ്പോൾ 100 ഷെയർസ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ 100 ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 ഷെയർസ് ഓൾറെഡി അയാൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൈസ് 5 രൂപയാണ്. അതാണ് ഇവിടെ പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. അപ്പൊ 100 ഷെയർസ് ഉണ്ട്, അങ്ങനെ 5 ഷെയർ അയാൾക്ക് ഓൾറെഡി ഉണ്ട്. സോ 5 into 100. Then here issue price of proportionate right issue. പ്രൊപ്പോർഷനേറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പൊ എത്ര ഷെയർ ആണോ, അതായത് ഇപ്പോൾ ഒരു 5 ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് 3 ഷെയർ പ്രൊപ്പോർഷനേറ്റിൽ കൊടുക്കുന്നു എന്ന് പറയുകയാണ്. അതിന്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 110 rupees കൊടുക്കാം എന്ന് പറയുകയാണ്.
അപ്പോൾ 5 ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള ഓരോ ആളുകൾക്കും 3 ഷെയർ കൊടുക്കുന്നു എന്ന് പറയുന്നു. ഈ 5 ഷെയർ 100 രൂപ വെച്ച് ഹോൾഡ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ 110 രൂപക്ക് പുതിയ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ റൂള്. സോ മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഇഷ്യൂ, ഇതിന്റെ വാല്യൂ കൂട്ടുന്നതാണ് ടോട്ടൽ പ്രൈസ്. ആ ടോട്ടൽ പ്രൈസിനെ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്, അപ്പൊ ഇവിടെ എക്സിസ്റ്റിംഗ് ഷെയർസ് എത്ര 5 ആണ്, പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്, എത്ര റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് 3 ആണ്. അപ്പൊ 5 + 3 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ദെൻ കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് റൈറ്റ്. സിമ്പിൾ ആണ്, ഫോർമുല എത്രയേ ഉള്ളൂ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് ദ ഷെയർ. അപ്പൊ നമ്മൾ ആവറേജ് പ്രൈസ് ഫൈൻഡ് ചെയ്യണം. ആവറേജ് എപ്പോൾ കാണുമ്പോഴും ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇവന്റ്, ഇതാണ് ആവറേജ് കാണുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആവറേജ് പ്രൈസ് ഓഫ് ദ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, ടോട്ടൽ പ്രൈസ് എങ്ങനെ കണ്ടുപിടിച്ചു, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഇഷ്യൂസ്. അപ്പൊ ഇവിടെ നമ്പർ കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് മെത്തേഡ് ഒറ്റ ഫോർമുല ഉള്ളൂ, ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. ദെൻ നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. Please listen. Number of new or right shares. എത്ര ഷെയർ ആണ്, ഈ കേസിൽ എത്ര ഷെയർ ആണ് കൊടുത്തിട്ടുള്ളത്, 3 ഷെയർ ആണ് നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞു. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ ടോട്ടൽ നമ്പർ എത്രയായി, ന്യൂ ഷെയർ 3 ആണ്, എക്സിസ്റ്റിംഗ് ഷെയർസ് 5 ആണ്. അപ്പോൾ എത്ര 8. ദെൻ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് എത്ര എന്ന് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ മാർക്കറ്റ് വാല്യൂവിൽ നിന്നും ഇഷ്യൂ പ്രൈസ് കുറയ്ക്കുന്നു. നമ്മുടെ ഇഷ്യൂ പ്രൈസ് എത്ര 110 ആണ്. അപ്പോൾ ഒരു സപ്പോസ് 200 rupees ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് ക്വസ്റ്റ്യൻ തന്നതെന്ന് അസ്യൂം ചെയ്യാം. ദെൻ അപ്പൊ ആ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്, എത്രയാണോ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് റൈറ്റ് കിട്ടും. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മേ ബി ഇത് രണ്ടും കൂടിയാണ് ചോദിക്കുക. ഏതൊക്കെ രണ്ടെണ്ണോ, ഒന്നുകിൽ ചോദിക്കും ക്വസ്റ്റ്യനകത്ത് നമ്മോട് പറയും then calculate the value of right and the percentage in increase in share capital. അപ്പോൾ ഷെയർ ക്യാപിറ്റലിന്റെ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തത് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ വാല്യൂ ഓഫ് റൈറ്റും കാണാൻ വേണ്ടി പറയും. അപ്പോൾ എങ്ങനെയാണ് പെർസെന്റേജ്, ഷെയർ ക്യാപിറ്റലിന്റെ പെർസെന്റേജ് എത്ര ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. അപ്പൊ നമ്മൾ റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് എത്രയാണോ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് ഇൻറ്റു 100. അപ്പൊ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം എങ്ങനെ ക്യാപിറ്റൽ കൂടി എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും. ദെൻ ആൻസർ ചെയ്യുക പ്രസന്റ് ക്യാപിറ്റൽ. ഇത് ക്വസ്റ്റ്യൻ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. ആ പ്രസന്റ് ക്യാപിറ്റൽ ഇൻറ്റു നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ്, എത്ര ഷെയർസ് ആണോ ന്യൂ ഇഷ്യൂ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ നടന്നിട്ടുള്ളത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർസിന് അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. പിന്നെ അതുകൂടെ അപ്ലൈ ചെയ്യാം. ആ വാല്യൂ ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ. ഇതാണ് ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ആണ് ഇവിടുത്തെ പ്രസന്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂവിനെ നമ്പർ ഓഫ് റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഏത്, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. ദെൻ ഡിവൈഡഡ് ബൈ, അതായത് ഇവിടുത്തെ പ്രസന്റ് ക്യാപിറ്റൽ എന്താണോ അതന്നെയാണ് ഇവിടെ വരിക, ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു 100. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് രണ്ട് ഫാക്ട്, ഒന്ന് വാല്യൂ ഓഫ് റൈറ്റും രണ്ടാമത്തെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. അത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.